ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇന്ന് തന്നെ ഇട്ടിട്ടുണ്ട് ഗൈസ്. സോ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയ്ക്ക് വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഗൈസ്. അതെന്താണെന്ന് നിങ്ങൾ വ്യൂസും കാരണം അടിച്ചില്ല, അതുകൊണ്ടാണ്. സോ ലൈക്ക് അടിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നേരെ ആദ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെന്തായാലും മൈൻക്രാഫ്റ്റ് സീരീസ് മൊത്തം കളിച്ചെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷെയർ പാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കളിക്കാനായിട്ട് ഡ്രസ്സും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ആടിനെയും കൊല്ലാം. അവിടെ മോനെ ആടെ ആടിനെ കൂടെ അങ്ങ് കൊല്ലാം. ഇവനെ കൂടെ അങ്ങ് തൊട്ടാം. ഫുഡ് വെട്ടാം. നമ്മൾ നേരെ കുറച്ച് 3 ആടിനെയും കാണാനൊക്കെ കൊണ്ടുള്ളൂ. നമ്മൾ നേരെ ഫുഡ് വെട്ടാം. സോ ഒരു ലൈക്ക് അടിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വ്യൂസും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് അടിക്കുന്നില്ല. നിങ്ങളൊന്ന് അതൊക്കെ പിടിച്ചിരിക്കുക. ഓക്കെ ഗൈസ്, എന്തായാലും നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിക്കും നമ്മൾ. പിന്നെ 13 FPS കാരണം നമുക്ക് കിട്ടുന്നുണ്ട്. 12, 13. ജി പി യുയും CPU 67. ഓക്കെ കുഴപ്പമില്ലാത്ത FPS കിട്ടുന്നുണ്ട്. നമുക്ക് ഫുൾ എല്ലാ അൾട്രാ ലാപ്സിലും ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഇട്ടേക്കുന്നത് അത്രയുണ്ട്. അൾട്രാസ് ഇട്ടേക്കുന്ന ഒന്നടുത്ത ലാഗ് എൻ്റെ ലാഗ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അൾട്രാ ഗ്രാഫിക്സ് മതി. സോ നമുക്കതിന് നേരെ അങ്ങ് പിക്കാസും ക്രാഫ്റ്റ് ചെയ്ത് പിക്കാസും കൂടെ ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. അത് നമുക്ക് നേരെ പോയിട്ട് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ എടുക്കണം. അതിന് മുന്നേ ഞാനതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ ഗൈസ്. നമുക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ഈ ഭാഗത്തായിട്ട് വേണം നമ്മളെ വീടും കാര്യങ്ങളെല്ലാം വരണം. അത് വാട്ടറുള്ള ഭാഗത്തോടും വരാം. അതാണ് കുറച്ചും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ ഭാഗത്തായിട്ട് വീടാക്കാം ഗൈസ്, അതാണ് നല്ലത്. നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളും ഇവിടെ വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് നേരെ ബെഡും കൂടെ അങ്ങ് വെച്ചെടുക്കാം. ഓക്കെ, നമുക്ക് റീസ്പോൺമെൻറ്റ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മടിയാവും. നമുക്കതിൽ ഈ ഭാഗത്തോടെ കുറച്ചൊന്ന് മൈൻ ചെയ്യാം. അങ്ങോട്ട് ചെയ്യണ്ട, ഇങ്ങോട്ട് ചെയ്യാം. അങ്ങോട്ട് ചെയ്താൽ കുഴപ്പമെന്ന് വെച്ചാൽ നേരെ വെള്ളത്തിലേക്ക് വരുന്നുണ്ട്. ഇങ്ങോട്ട് ചെയ്യാൻ സേഫ്. അടിയിൽ കേവ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ കേവ് പോലെ എന്തോ കണ്ടായിരുന്നു. കേവ് ആയിരിക്കാനാണ് ചാൻസ്. സോ നമുക്ക് തന്നെ കുറച്ചങ്ങ് കുഴിച്ചു പോയി നോക്കാം. വെള്ളം കിട്ടിയെങ്കിലോ വെള്ളം കിട്ടിയാൽ ഉപകാരമായിരിക്കും. കുറച്ചും കൂടെ തന്നെ കുഴിച്ചു പോയി നോക്കാം ഗൈസ്. നോക്കാം, കിട്ടാനുള്ള ചാൻസ് കുഴിച്ച് നോക്കാം. നമ്മൾ മൈൻഡ് ചെയ്തപ്പോൾ ഒരു കോപ്പർ കാണാനായിരിക്കും. നമുക്ക് നേരെ ഇവിടെ കുറച്ച് കല്ലിൻ്റെ പത്ത് ടൂൾ നോക്കാം ഗൈസ്. ഫസ്റ്റ് സ്റ്റോൺ സ്വാഡ്, അതിനായിട്ട് പിക്കാസ്, അത് കഴിഞ്ഞിട്ട് ആക്സ്, അത് കഴിഞ്ഞിട്ട് സ്മെൽറ്റർ മിഷൻ, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് കയറി ഇത്രയും നമ്മൾ ചോദിച്ചു. ഇനി നമുക്ക് നേരെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് നല്ല അങ്ങോട്ട് എടുത്തിട്ട് കയ്യിലേക്കൊന്ന് മരക്ക് ഇൻവെൻ്ററി ഒന്ന് ക്ലീൻ ആക്കണം. ഇൻവെൻ്ററി ഒന്ന് ക്ലീൻ ആക്കി ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം ഗൈസ്. നമുക്കൊന്ന് എന്നാൽ നൈറ്റ് ആകുന്നുണ്ട്. നമ്മളങ്ങനെ ഫുള്ള് സ്വാഡ്, പിക്കാസ്, ആക്സും കാണാൻ നമ്മൾ ആക്കിയിട്ടുണ്ട്. നൈറ്റ് ആകുന്നുണ്ട്. എന്നാലും നമുക്ക് നേരെ അങ്ങ് ഉറങ്ങിയേക്കാം. നമ്മളെ ഫസ്റ്റ് ഡേ ആയിക്കോളും. നമുക്ക് നൈറ്റ് ആയതുകൊണ്ട് നൈസായിട്ടൊന്ന് ഉറങ്ങാം ഗൈസ്. കാരണം നല്ലത് ഫസ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ഡേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ദിവസം നമുക്ക് നേരെ കുറച്ച് വുഡും കാളെല്ലാം ഒന്ന് കളക്ട് ചെയ്തിട്ട് ശേഷം ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ഹൗസ്, കുറച്ച് കുഞ്ഞൊരു വീടാക്കണം. ആണ് നമ്മുടെ ഫസ്റ്റ് ഗോൾ എന്ന് വെച്ചാൽ നമുക്ക് നേരെ എന്നാൽ പിന്നെ നേരെ അങ്ങോട്ട് മരം പോയി അതിങ്ങ് വെട്ടാം ഗൈസ്. മരം പോയി വെട്ടാം. നമുക്ക് നേരെ പോയി കുറച്ച് മരവും കാളെല്ലാം അത് വെട്ടി സെറ്റാക്കുന്നുണ്ട് ഗൈസ്. നേരെ കുറച്ച് മരവും കാളെ വെട്ടാം ഗൈസ്. നമ്മളങ്ങനെ അത്യാവശ്യം ട്രീയും കേളാനും കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നേരെ പോയിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റോണും പിന്നെ കുറച്ച് വീടിന് ആവശ്യമുള്ള റിസോഴ്സും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് സെറ്റാക്കാനുണ്ട്. സോ നമുക്കതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ടൈം എടുക്കും കേസ്. എല്ലാം നമുക്ക് സെറ്റാക്കിയിട്ട് നിങ്ങളൊന്ന് കാണിക്കാം കേസ്. അങ്ങനെ വീടിന് ആവശ്യമുള്ള സാധനം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്നാൽ നൈറ്റാണുണ്ട്. നമുക്ക് വീടിന് ആവശ്യമുള്ള സാധനം സെറ്റായിരുന്നു. നമ്മൾ എന്നാലും വീട് ഈ ഭാഗത്താക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. സോ നമുക്കതിലും വീടും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് വീടാക്കാൻ വേണ്ടി ഈ ഭാഗത്താക്കി കൊടുക്കാം കേസ്. ഞാൻ വീടാക്കുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ സംസാരിക്കുക നിങ്ങൾ കണ്ടോ? ഞാൻ പാട്ടിട്ട് തരാം. അത്
കേസ് അങ്ങനെ നമ്മൾ കുറേ സമയത്തിന് ശേഷം നമ്മുടെ വീടിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് എന്തായാലും ഒരു 10 മിനിറ്റ് കൊണ്ടായിരുന്നു നമ്മൾ വീടിൻ്റെ പണി തുടങ്ങിയിട്ട്. സോ നമുക്ക് ഇനി എന്തായാലും നേരെ ഈ സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ കൊണ്ട് വെക്കാനുണ്ട്. നമുക്കറിയാം നേരെ ഈ സാധനങ്ങളൊന്നും ജസ്റ്റ് അവിടെ കൊണ്ട് വെക്കാം. ജസ്റ്റ് ബെഡ് ഇവിടെ വെക്കാം, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം, പിന്നെ ഇത് രണ്ടും ഇവിടെ വെക്കാം, പിന്നെ സ്മെൽറ്റർ മെഷീൻ നേരെ ഇവിടെ വെക്കാം. ഓക്കെ, നമ്മളെ വീടെന്തായാലും ചെറുതൊന്നുമല്ല വയസ്സ്, അത്യാവശ്യം വലുതാണ്, നമുക്കും അത് മതി ധാരാളം. സോ നമുക്ക് എന്തായാലും നമ്മൾ വീടിൻ്റെ ഫുൾ പണിയും കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വീടിൻ്റെ ഫുൾ പണിയും കഴിഞ്ഞിരിക്കുകയാണ്. സോ അത് ലൈക്ക് അടിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റഡ് ലൈക്ക് അടിക്കുക. നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ആക്കണം കേസ്. നമുക്ക് അതായത് ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ആക്കാം കേസ്. ഇൻവെൻറ്ററി ആയാലും നമ്മൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫുഡില്ല. കാരണം ഫുഡില്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ ഇത്രയും ഭാഗം മൊത്തം ഈ പുല്ല് വെട്ടി ഫാം ആക്കണം. എന്നാൽ ഈ ഇത്രയും ഭാഗമാക്കാം. വെള്ളമുള്ളതുകൊണ്ട് ഇത്രയും ഭാഗം നമുക്ക് ഫുൾ അങ്ങനെ ആക്കാം. അത് നല്ല ഐഡിയ തോന്നുന്നത്. എന്തായാലും നമുക്ക് ഫുള്ളാക്കാം. ഒരു നൈറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയിട്ട് പുല്ലും കാര്യങ്ങളൊന്നും വെട്ടാം. നമ്മളെന്തായാലും ഒരു ഈ വീഡിയോയ്ക്ക് ഒരു 100 ലൈക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 100 ലൈക്ക് തന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്കതായത് നേരെ പുല്ലും കാര്യങ്ങളെല്ലാം ഒന്ന് പറിച്ച് സെറ്റ് ചെയ്ത് ബോവെല്ലാം ഉണ്ടാക്കി ഒന്ന് സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ അതെല്ലാം ഉണ്ടാക്കി സെറ്റ് ചെയ്ത് ഇതാ വരുന്നത്. അങ്ങനെ 31 പുല്ലും കാര്യമെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ നീ മാറ ഓക്കെ. അയ്യോ, അത് നമുക്കതിൽ ഇങ്ങനെ മൊത്തം ഇവിടെ നിന്ന് ആക്കി കൊടുക്കുക ഗൈസ്. മൊത്തം ഇവിടെ നിന്ന് മൊത്തത്തിൽ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ മരം വളരണം അപ്പം തന്നെ, നല്ല കാര്യം. ഡിസൈൻ തന്നെ ഈ ഷേഡർ പാക്കിൻ്റെ ഈ റിഫ്ലക്ഷൻ കാണുന്നത് അടിപൊളിയല്ല ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷേഡർ പാക്ക് മൊബൈൽ തന്നെയാണ് ഗൈസ്. മൊബൈൽ തന്നെ കളിക്കാൻ അറിയാലോ. ഹൈപ്പർ ഇൻഡ്യൂഷ്യൽ പിന്നെ DL എർത്തിൽ എന്ന് പറയുന്ന ഒരു ഷേഡുണ്ട്. അതും കൂടി ഇട്ടാൽ മതി. നമ്മൾ ഇട്ടാൽ നല്ല രീതിക്ക് നല്ല കിട്ടിലും പോലെ തന്നെ കളിക്കാം ഗൈസ്. അതിൽ മൊത്തം ഈ ഭാഗം മൊത്തം സെറ്റപ്പ് എടുക്കാനുണ്ട്. മൊത്തം സെറ്റാക്കി എടുക്കാനുണ്ട് ഗൈസ്. അതായത് നമുക്ക് ആ ഭാഗവും ഈ ഭാഗവും ഒന്നും മൊത്തത്തിൽ സെറ്റാക്കി എടുക്കാം ഗൈസ്. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മൾ മൊത്തം ഇവിടെ ഈ മൊത്തം ഇത് ചാക്കിയിട്ടുണ്ട്. നമുക്കിനി നേരെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മൊത്തം ഒന്ന് പുതിയ 32 എണ്ണം ഉണ്ട്. 32 തികയാൻ അറിയില്ല. അതായത് നമുക്ക് മെല്ലെ വെച്ച് പോകാൻ നോക്കാം. ചിലപ്പോഴാണ് തികയാൻ ചാൻസ്. 32 എണ്ണം തികയില്ല, തികയായിരിക്കുമല്ല ഗൈസ്. അത് നമുക്ക് ഇനിയും പോയി വെട്ടേണ്ടി വരും. സോ നമുക്കതായാലും 32 എണ്ണം അങ്ങനെ വെച്ച് അവിടം വരെ പോകണം. നമുക്ക് അവിടം വരെ വെച്ചിട്ട് ഞാനിതാ വരും. ഇനി ഇത്ര 1 2 3 4 5 10 15 20 പുല്ലും കൂടി ഇനി വേണമെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടം വരെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ വേണമെന്ന് തോന്നുന്നു. അതായത് നമുക്ക് നേരെ അങ്ങ് പോയി പറിക്കാം ഗൈസ്. സോ നമുക്ക് നേരെ പോയി പറിച്ചിട്ട് തരാം ഗൈസ്. ഇതൊരു ലൈക്ക് അടിക്കുന്ന മനുഷ്യൻ ലൈക്ക് അടിക്കുക. നമ്മൾ ലൈക്ക് അടിക്കണം എന്നാണ് നമുക്ക് വീടൊരു ഇതുണ്ടാവും. ഓക്കെ ഗൈസ്, ലൈക്ക് അടിച്ചേക്കണേ. സോ നമുക്കത് മൊത്തം ഇതൊന്ന് പറിച്ചൊന്ന് സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. ഗൈസ് അങ്ങനെ 21 എണ്ണം പറിച്ചിട്ടുണ്ട് ഗൈസ്. 21 എണ്ണം നമ്മൾ പറിച്ചിട്ടൂടെ വെക്കാം ഗൈസ്. നമുക്ക് തികയുമെന്ന് തോന്നുന്നു. നമുക്കിനി എന്തായാലും കളിക്കുന്നതനുസരിച്ച് ഓരോ വീഡിയോയിലും എനിക്ക് കാര്യം ചെയ്യാം. നമുക്ക് ഓരോ വീഡിയോയിലും ഇങ്ങനെ പുല്ല് വെച്ച് നിറയ്ക്കാം. അതുപോലെ മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കാം. നമ്മുടെ മൊത്തത്തിൽ ബേസാണ് അതിൽ ഭംഗി ഉണ്ടാകും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്താലോ എന്ന് നിങ്ങളെ പറഞ്ഞത്. സോ നമുക്ക് എന്തായാലും ഇനി ഫുഡും കളഞ്ഞ് സെറ്റാവും. കാരണം നമ്മളിവിടെ മൊത്തത്തിൽ ഇത്രയും ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കളയാൻ വലിയ സീൻ ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് വീടിന് ഡിസൈൻ ചെയ്യണം ഗൈസ്. അതിനുവേണ്ടി വെതറി ഇടുക. അതിന് മുന്നേ നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഷവർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നാക്കി കൊടുക്കുക ഗൈസ്. എന്തിനാണെന്നറിയാം, കഴിഞ്ഞ കുറേ വീഡിയോ അത് കണ്ടാൽ പണ്ടത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന്. കണ്ടവർക്ക് അറിയാമായിരിക്കും അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന്. സോ നമുക്ക് എന്തായാലും ഇതൊന്ന് മൊത്തം ഒന്ന് ഇതാക്കാം ഗൈസ്. ഇവിടെ മൊത്തം ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതൊരു ലൈക്ക് അടിക്കുന്നതിന് മസ്റ്റർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനിയാണ് ഇതിൻ്റെ ബ്യൂട്ടി വരാൻ പോകുന്നത്, ഭംഗി വരാൻ പോകുന്നത്. നിങ്ങൾ ഇതിൻ്റെ റിഫ്ലക്ഷൻ നോക്കിയാൽ വെള്ളത്തിൻ്റെ അടിപൊളിയല്ലേ. ഷേഡർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷേഡർ ഇട്ട് കളിക്കാൻ ഭയങ്കര വേറെ ഫീലാണ് ഗൈസ്. പിന്നെ നമ്മളെ നിഴൽ നോക്കി നിങ്ങൾ, അതാണ് പൊളി. ഇതൊക്കെ പൊളി സാധനങ്ങളല്ലേ ഗൈസ്. ഭയങ്കര വൈബ്രൻ്റ് വിഷ്വൽ ഇത് ഇട്ടാൽ പൊളിയാണ്. വൈബ്രൻ്റ് വിഷ്വൽ മാത്രം ഇട്ടാൽ ഒരു സുഖം ഉണ്ടാവില്ലേ. വൈബ്രൻ്റ് വിഷ്വൽ ഇത് ഇട്ടാൽ അടിപൊളിയാണ്. പിന്നെ നമുക്ക് നേരെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മൊത്തം വെതറിടുക. ഇത് തന്നെ ഇതൊന്ന് ചറവറാൻ ഇട്ടെടുത്താൽ മതി, വേറെ ചെയ്യണ്ട. ഇത് എല്ലാവരും വൃത്തിക്ക് നിടണ്ട. ഇങ്ങനെ ചറവറ ഇട്ടെടുത്താൽ മതി ഗൈസ്. പിന്നെ ലുക്കിൽ നിടണ്ട. ഇങ്ങനെ ചറവറ ഇട്ടെടുത്താൽ ആ ലുക്കൊക്കെ നമുക്ക് തന്നെ കിട്ടും.
ഓക്കെ. ഇതിന് ഇത്ര ഇട്ടപ്പോൾ വയസ്സ് നോക്കി വയസ്സിന് വ്യത്യാസം വന്നല്ലോ. നോക്കി നിങ്ങൾ ലുക്കിന് വ്യത്യാസം വന്നു പ്രതീക്ഷിക്കാം. ഓക്കെ, ലുക്കിന് വ്യത്യാസം വന്നു. വയസ്സ് നമുക്കില്ലേ ഈ മുൻഭാഗം മാത്രം മൊത്തം 5 days ആയിട്ടുണ്ട് വയസ്സ് നമ്മൾ കളിക്കാനായിട്ട്. 5 ദിവസമായിട്ടുണ്ട് നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട്. നമുക്കെന്തായാലും കുറച്ച് കോപ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ച് മൈൻഡ് ചെയ്തപ്പോൾ നമ്മൾ കോപ്പർ ഇടായിരുന്നു. നമുക്ക് നേരെ ഫുള്ളായിട്ട് ഇനി കോപ്പർ നമുക്ക് ഒന്ന് കോപ്പർ ആർമർ സെറ്റ് ചെയ്യണം. നമുക്ക് നേരെ പോയിട്ട് കോപ്പർ കുറച്ച് മൈൻഡ് ചെയ്യാം ഗൈസ്. നമുക്ക് ഫുള്ളായിട്ട് കോപ്പർ ആർമറും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതാകുമ്പോൾ കോപ്പർ ആർമറും കോപ്പറിൻ്റെ ആക്സും വിക്കാസെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ അങ്ങോട്ട് കുറച്ച് കുഴിച്ചായിരുന്നു, വീടുണ്ടാക്കാൻ വേണ്ടി കല്ലെടുത്തോണ്ട് മൊത്തം ഞാൻ കുഴിച്ചായിരുന്നു ഗൈസ്. അപ്പോൾ ഫുള്ളങ്ങ് കോപ്പർ അങ്ങ് മൊത്തം എടുക്കാം. ഇവിടേക്ക് 100 ലൈക്ക് എടുത്ത് പ്രതീക്ഷിക്കുന്നു. എന്നാലും മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓ, ഇത്രയും കോപ്പറോടെ ഉള്ളൂ ഗൈസ്. സാരില്ല, ഉള്ള കോപ്പർ വെച്ച് ഉള്ളതുപോലെ. ഓക്കെ, നമുക്ക് കോപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ പോയിട്ട് ഞാൻ കോപ്പർ എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് കോപ്പർ ആർമറും കാര്യം എടുക്കാനുണ്ട്. കോപ്പർ ആർമറും കാര്യം ആക്കാനുണ്ട് ഗൈസ്. ആ റിഫ്ലക്സ് നോക്കി ഗൈസ് അതിൻ്റെ. നമുക്ക് കോപ്പർ ആർമർ ആക്കാം ഗൈസ്. 26 കോപ്പർ ഉണ്ട് നമ്മളതിലിപ്പം. 26 കോപ്പർ സ്മെൽറ്റ് ആട്ടെ. എന്നാലും സ്മെൽറ്റ് ആയിട്ട് നിങ്ങളെ ഞാൻ ഗൈസ് ആണ് നമ്മൾ ജസ്റ്റ് ബൂട്ട്, ഹെൽമെറ്റ്, പാൻറ്റ് ഫുൾ അങ്ങനെ കോപ്പർ ആർമർ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ ഫുൾ കോപ്പർ ആർമറും കാര്യം സെറ്റ് ചെയ്യായിരുന്നു ഗൈസ്. ഓക്കെ, എന്തായാലും ഞാൻ നമ്മൾ ഫുള്ള് കോപ്പർ ആർമറിൻ്റെ കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. എന്നാൽ നമ്മൾ കുറേ ടൈമാണ് നിന്ന് കളിക്കുന്നത്. ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങളെല്ലാം ഈ വീഡിയോ സെറ്റ് ചെയ്തായിരുന്നു. സോ ഇവിടെ നമ്മൾ ഫാർം, പിന്നെ ഒരു വീട്, പിന്നെ ഡിസൈൻ കളർ സെറ്റ് ചെയ്തത്. നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം. അടുത്ത വീഡിയോ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയാം. അടുത്ത വീഡിയോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തായാലും ഇത്ര ചെറുപ്പമാണ്. എന്തായാലും നിങ്ങൾ പോയിട്ട് നാളെ വാ. അപ്പോൾ എൻ്റെ വക ടാറ്റ, ബൈ.